മേഘാലയ എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ്. പണ്ട് കുഞ്ഞിലേ തൊട്ടേ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും കലണ്ടറിലൊക്കെ വരുന്ന പച്ചയും നീലയും കളറുള്ള വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ മേഘാലയ എന്തോ എൻ്റെ മനസ്സിൽ കയറിപ്പറ്റിയിരുന്നു. ഒരു പക്ഷേ അവിടുത്തെ ആ വെള്ളത്തിൻ്റെ കളറും ആ ഒരു ട്രാൻസ്പെറൻറ്റ് വെള്ളമൊക്കെ കണ്ടിട്ടായിരിക്കും. പണ്ടേ വെള്ളവും വെള്ളച്ചാട്ടം കാടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ സോളോ ട്രിപ്പ്, എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് മേഘാലയയിൽ പോകണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കത് സാധിച്ചു. അപ്പോൾ ആ വീഡിയോസ് എല്ലാം എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്തെടുത്ത് വെക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഒരു SK പൊറ്റക്കാടിൻ്റെയോ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പോ അല്ലെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഡോക്യുമെൻ്ററി പോലെ ഒന്നും അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ ഓർമ്മകളും അന്നത്തെ ആ ഒരു മെമ്മറീസും ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കാമെന്ന് വെച്ചു. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഞാൻ എയർപോർട്ടിലും പോയിട്ടില്ല, COF ചെയ്യാൻ പോലും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിന് മുമ്പുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ എയർപോർട്ടിലേക്ക് തിരിച്ചു. ബാംഗ്ലൂർ കമ്പഗോഡ എയർപോർട്ടിൽ നിന്നായിരുന്നു എനിക്ക് ഫ്ലൈറ്റ്. എയർപോർട്ടിലെത്തി ചെക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. പക്ഷേ നേരത്തെ അജയോട് ചോദിച്ചാൽ കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചിരുന്നു, എന്താ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അവിടുത്തെ ലോഞ്ച് ആക്സസ് എക്സ്പ്ലോർ ചെയ്തു, കുറേ ഫുഡ് കഴിച്ചു. ഫ്ലൈറ്റ് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അതിങ്ങനെ പറന്ന് ഇങ്ങനെ പൊങ്ങാൻ നേരത്തെ ഇങ്ങനെ ഭയങ്കര ഞാൻ ചിരിച്ചു. എൻ്റെ മുഖം ഞാനിങ്ങനെ കവർ ചെയ്തു. അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് ഗുവാഹട്ടിയിലെത്തി. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു, കൊൽക്കത്ത ടു ഗുവാഹട്ടി. പിന്നെ അതൊക്കെ മാനേജ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് ടൂർ പാക്കേജിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ ഉമിയാൻ ലേക്കിൻ്റെ അവിടെ നിർത്തി. അവിടെ ഇങ്ങനെ ഈവനിങ് ടൈം ആയതുകൊണ്ട് സൂര്യൻ്റെ വെട്ടം ഇങ്ങനെ വെള്ളത്തിലടിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നല്ലൊരു തണുത്ത കാറ്റുമൊക്കെ ആയിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരുങ്ങി റെഡിയായി അടുത്ത ഡെസ്റ്റിനേഷൻ സ്പോട്ടിലേക്ക് പിടിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറും നമ്മുടെ ഗൈഡും എല്ലാം സൂപ്പർ ആൾക്കാരായിരുന്നു, ഭയങ്കര ജോളിയായിരുന്നു. പിന്നെ അവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, എനിക്കാണെങ്കിൽ ഹിന്ദി അറിയത്തില്ല എന്നുള്ളൊരു പാട് എനിക്ക് അതുകൊണ്ട് ഉണ്ടായില്ല. പിന്നെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി. ഞാൻ എൻ്റെ ഐറ്റിനറിയിൽ കുറേ കാടും മലയും കുന്നും വെള്ളമൊക്കെ ഉണ്ടെന്നുള്ളതല്ലാണ്ട് ഓരോ സ്ഥലവും എവിടെയാണ് പോകുന്നത് എന്താ പോകുന്നതെന്നൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നടന്ന് ഈ പുള്ളിയാണ് എൻ്റെ ഗൈഡ്. പുള്ളിയുടെ കൂടെ കുന്ന് കയറി വലിയൊരു മലയുടെ മണ്ടയ്ക്കെത്തി. അപ്പം അവിടെയും പറഞ്ഞ പോലെ കടകളൊക്കെ കുഞ്ഞു കുഞ്ഞു കട ഇതാണ് മുമ്പേ കണ്ട പോലെ. പുള്ളി എനിക്ക് പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു തന്നു. ഭയങ്കര കാറ്റായിരുന്നു അവിടെ, നല്ല കാറ്റും ഭയങ്കര എന്താ പറയുക പ്യുവർ ഓക്സിജൻ കിട്ടുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഭയങ്കര സന്തോഷമാണ്. ഫുൾ ടൈം എൻ്റെ ചുണ്ടിൽ എന്തോ ഇങ്ങനെ വലിച്ചു വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ചിരിച്ച ആ ഒരു മനസ്സ് തുറന്ന് ചിരിച്ച ആ ഒരു ഇതായിരുന്നു. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുക. പിന്നെ പിള്ളേരെ മറ്റേ പക്കി പറന്ന് നടക്കുന്ന പോലെ ഇങ്ങനെ തുള്ളി ഓടി നടക്കുകയായിരുന്നു. എൻ്റെ ഗൈഡിൻ്റെ കയ്യിലായിരുന്നു എൻ്റെ ഫോൺ. പുള്ളി എൻ്റെ ഓരോ കുസൃതികളൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ പുള്ളി എടുത്തു തന്നു. അപ്പോൾ ഞാൻ ഒരു ചിത്രം ഉണ്ടാവുള്ളൂ, അടുത്ത പോയിന്റിലേക്ക് പോവാം എന്ന് കരുതിയപ്പോഴാണ് പുള്ളി പനിയുണ്ട് നടക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ സംഭവം അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഒരു വെള്ളച്ചാട്ടം കാണാനുണ്ട് ഇവിടെ, ഇതിനാണ് ആക്ച്വലി നമ്മൾ വന്നതെന്ന്. അങ്ങനെ പിന്നെയും കയറിയ കുന്നുപോലെ തന്നെ ഇപ്പുറത്തോട്ടും കുറേ ഇറങ്ങാനുണ്ട്. മേഘാലയ എന്ന് പറയുമ്പോൾ ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ കുറേ കയറാനും കുറേ ഇറങ്ങാനും ഉണ്ട്. ഒറ്റയടിക്ക് നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സ്പോട്ട് അങ്ങനെയല്ല. അങ്ങനെ പയ്യെ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. ഇതാണ് ഫിഫി വെള്ളച്ചാട്ടം, നല്ല ഇറങ്ങണം. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ആ ഫോട്ടോസൊക്കെ ഞാൻ ഓർക്കും എൻ്റെ വീട്ടിൽ കാണിച്ച് അവരെ ചീത്ത വിളിക്കുന്നു, ഞാൻ എൻ്റെ തെല്ലത്ത് പോയി നിന്നു, എന്തിനാ പോയി നിന്നേ അങ്ങനെയൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചു കല്ലെടുത്തെറിയാൻ വന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ കുട്ടികളെ കൊഞ്ചിക്കാൻ പോയത്, പക്ഷേ കൊച്ചുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അടുത്ത പോയിന്റിലെത്തി. പിന്നെ ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് ഓരോ സ്പോട്ടുകൾ തമ്മിലും. അതുകൊണ്ട് കുറേ രാത്രിയാകും. നമ്മൾ മാക്സിമം 3 സ്പോട്ട്സേ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുണ്ടാവുള്ളൂ ഒരു ദിവസം. മേഘാലയ സത്യം പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 9 to 10 days വേണം എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ എന്നാണ് എൻ്റെ ഗൈഡ് പറഞ്ഞത്. ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അവിടെ കുളിക്കാമെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എൻ്റെ ബാഗിലേക്ക്. വെള്ളമുണ്ടോ അവിടെ എനിക്ക് ഇറങ്ങണം, അതാണ് നീന്തലൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിന് ഫുൾ എന്താ പറയുക ആഘോഷിച്ച് തുള്ളിച്ചാടി ഏതാണ്ട് ഒരു പാക്കറ്റ് ലേസാണെന്ന് തോന്നുന്നു, അതും കൈ പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുക. ഇതാണ് എൻ്റെ ഗൈഡ്. പുള്ളി ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ച് ചെന്നത്. ബട്ട് കഴിഞ്ഞ ദിവസങ്ങളായി പെയ്തുകൊണ്ടിരുന്ന മഴയോ എന്തൊക്കെയൊക്കെ പ്രശ്നം കാരണം വെള്ളത്തിൻ്റെ കളറ് മാറി. അതുപോലെ തന്നെ അവിടെ ആരും ഇറക്കത്തുമില്ല. ഇതായിരുന്നു ഞാൻ കണ്ടത്. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനിതിനകത്ത് ഇറങ്ങണം, ഇവിടുത്തെ വെള്ളം സത്യം പറഞ്ഞ് ഈ കളറാണല്ലോ. അപ്പോൾ അങ്ങനെ കാണാമല്ലോ എന്ന് വിചാരിച്ച് വന്നിട്ട് അവസാനം ഇതായെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ വിചാരിച്ചു എന്തുവാ, ഞാൻ ഇത് കാണാൻ വെള്ളച്ചാട്ടം നമ്മുടെ അവിടെ ഉണ്ടല്ലോ, നമ്മുടെ അതിരപ്പള്ളി വഴച്ചൽ വെള്ളച്ചാട്ടം കാണാമല്ലോ. അപ്പോൾ ഇവിടുത്തെ വെള്ളച്ചാട്ടം ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ കാണാം.
അതായത് ഈ കാട്ടിലൂടെ ഒഴുകി വരുന്ന ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വെള്ളത്തിലുണ്ടാകുന്ന സ്കാറ്ററിങ്ങും റിഫ്ലക്ഷനും ഒക്കെയാണെന്ന് അറിയാം. എന്നാലും എൻ്റെ ഈ നീല കളറും പച്ച കളറും വെള്ളം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ അവിടുത്തെ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെള്ളമൊക്കെ ഇങ്ങനെ തെറിപ്പിച്ച് കളിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ദ്വാക്കി ലേക്ക് സൈഡിലാണ് സ്റ്റേ. ഇതുപോലെ കുഞ്ഞി ടെൻറ്റ് ക്യാമ്പിനകത്താണ് താമസിക്കുന്നത്. അവിടുത്തെ കല്ലെല്ലാം ക്യൂട്ട് കല്ലുകളായിരുന്നു. എയർപോർട്ട് ബാഗ് വെയിറ്റ് കൂടിയില്ല, ഞാൻ കുറേ കൊട്ടയ്ക്ക് കൊണ്ടുവന്നത്. പിന്നെ ഇങ്ങനെ പേക്കറും തവളകളുടെ ചിലപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കറണ്ട് ഇല്ല. ഇതുപോലെ ക്യാമ്പിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇതുപോലെ ഒരു ഇതുണ്ട് ഷെഡ്, അവിടെ നമുക്ക് ഇത് കിട്ടും. അങ്ങനെ ഡേ 2 വിശേഷങ്ങൾ ഇനി നെക്സ്റ്റ് വീഡിയോ.